എലികളും കീരികളും. കീരികളെ എങ്ങനെയെങ്കിലും തീർത്തില്ലെങ്കിൽ എലിവംശത്തിന് നാശമുണ്ടാകും. എന്താണൊരു ഉപായം? ഉപായമൊന്നുമില്ല, പോരാടുക തന്നെ. എലികൾ വീറില്ലാത്തവരല്ല, പക്ഷെ യോജിച്ചുള്ള പ്രവർത്തനമില്ല, ശരിയായ നേതൃത്വമില്ല. സംഘടിതമായ ഒരു മുന്നേറ്റം നടത്തിയാൽ കീരികൾ തുലഞ്ഞതു തന്നെ. കുറേ ദിവസങ്ങൾക്കകം തന്നെ വലിയ ഒരു എലി പട്ടാളം രൂപമെടുത്തു. പട്ടാള തലവന്മാർ കൽപ്പിക്കുന്നത് എല്ലാ എലികളും അനുസരിക്കണം. ഇനി മുതൽ ചിട്ടയായുള്ള പോരാട്ടമാണ്. പക്ഷെ ഒരു പ്രശ്നം, പട്ടാള തലവന്മാരെ എങ്ങനെ തിരിച്ചറിയും? വല്ലാത്ത കുഴഞ്ഞ പ്രശ്നം തന്നെ. അവസാനം അതിനും പരിഹാരമുണ്ടായി. പട്ടാള തലവന്മാരായി അവരോധിക്കപ്പെട്ട എലിയച്ഛന്മാർ തലയിൽ കൊമ്പുകൾ വെച്ചു പിടിപ്പിക്കുക. നിശ്ചിത ദിവസമെത്തി. യുദ്ധക്കാഹളമോതി. എലികളെല്ലാം പട്ടാള തലവന്മാരായ എലിയച്ഛന്മാരുടെ നേതൃത്വത്തിൽ മിന്നലാക്രമണം നടത്തി. കീരികൾ അമ്പരന്നു. ഇതെന്താണ്? എലികൾക്ക് കിറുക്ക് പിടിച്ചോ? കൊമ്പ് വെച്ച എലിയച്ഛന്മാരെ കണ്ടപ്പോൾ കീരികൾക്ക് ചിരിയടക്കാൻ കഴിഞ്ഞില്ല. കീരികൾക്ക് ശരിക്കും കോളായിരുന്നു. അവർ എലിക്കൂട്ടത്തിലേക്കു പാഞ്ഞു. എലിപ്പടയാളികളെല്ലാം പരക്കം പാഞ്ഞു. മാളങ്ങളുടെ സുരക്ഷിതത്വം തേടി പലരും ഒരു വിധത്തിൽ രക്ഷപ്പെട്ടു. പക്ഷേ മാളങ്ങളിലൊന്നും പട്ടാള തലവന്മാരായ എലിയച്ഛന്മാർ എത്തിയിട്ടില്ല. അവർ കീരികളെ നേരിടുകയായിരിക്കും എന്ന് മറ്റ് എലികൾ ധരിച്ചു. പക്ഷേ സത്യം അതായിരുന്നില്ല. കീരികളുടെ മുന്നേറ്റത്തിൽ എലിപ്പടയാളികളോടൊപ്പം തന്നെ എലിത്തലവന്മാരും ഓടി. പക്ഷേ അവർക്ക് മാളങ്ങളിൽ കയറാൻ സാധിച്ചില്ല. അവരുടെ കൊമ്പ് അവർക്ക് വിനയായി. പട്ടാള തലവന്മാരായ എല്ലാ എലിയച്ഛന്മാരും കീരികളുടെ കയ്യിൽ വീരചരമം പ്രാപിച്ചു കഴിഞ്ഞിരുന്നു. കൂട്ടുകാരെ, പ്രഗത്ഭന്മാരായ ശത്രുക്കളെ നിഷ്പ്രയാസം തോൽപ്പിക്കാമെന്ന് കരുതുന്നത് മണ്ടത്തരമാണ്.